ഞാൻ തുടക്കത്തൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു. അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ ഇന്ന് വരുന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു ചെങ്ങായി ഉണ്ട്, അത് കാണിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയാം. ഹലോ, സുഖമല്ലേ? എന്തെൻ്റെ വർത്താനം? നമ്മൾ വിളിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഇട്ട് എക്സ്പോസ് ആക്കി സീക്രറ്റ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്ന ഒരാളുണ്ട്. ആരാ അറിയോ? സീക്രറ്റ് ഏജൻറ്റ്. എല്ലാ കുടുംബശ്രീ പ്രശ്നങ്ങളും അതുപോലെ എല്ലാ ഒളിച്ചോൽ കേസുകളും മാത്രം കിട്ടുന്ന ഒരാൾ. പക്ഷേ അയാളെ പ്രത്യേകത എന്താ അറിയോ? പ്രത്യേകത വെച്ചാൽ അയാൾക്ക് എല്ലാ ദിവസവും ഓരോ ഒളിച്ചോടൽ കിട്ടും, ഓരോ വിഷയങ്ങൾ. ആരായാലും കുഴപ്പമില്ല. ഞാൻ അതില്ലേ അയാളൊരു വർത്തമാനം പറഞ്ഞുതരാം. ഒരു ഇത് അഖിൽ NRDയുടെ സീന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടിപ്പോയി. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRD ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്. ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിച്ച് അഖിൽ NRDയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് ആര്? സീക്രറ്റ് ഏജൻറ്റ്. പക്ഷേ ഇയാൾ കണ്ടൻസ് ഒക്കെ ഇങ്ങനെ വരുന്നത് അറിയോ? എന്ന് വെച്ചാൽ രാവിലെ എന്ത് ചെയ്യും, അഖിൽ NRDക്ക് വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും, 30 മിനിറ്റ് നടത്താനും പറയും. അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ 30 മിനിറ്റ് ആയുള്ള വീഡിയോയിലാണ്ട് കലർത്തി വിടും. അപ്പോൾ ഫുള്ള് കണ്ടന്റ് ആണല്ലോ. അതിനെ നാളെ വേറെ യൂട്യൂബറിനെ വിളിച്ചു 3 മണിക്കൂർ നടത്താൻ പറയും. എവിടെയൊക്കെ പ്രശ്നം ഓരോടൊക്കെ പ്രശ്നം അറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ബന്ധം പുലർത്തിട്ട ഒരാളാണെങ്കിലാണല്ലോ അദ്ദേഹം ചെയ്തത്. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആണ് പറഞ്ഞ് അത് കണ്ടന്റ് ആക്കുക. നീയൊക്കെ അഖിൽ NRDയുടെ ഒക്കെ ഭാഗ്യം. എന്തൊരു നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് അവന് കിട്ടിയത്. നമുക്ക് ജസ്റ്റ് ഇനി അഖിൽ NRDൻ്റെ ഇതൊന്നും നോക്കി ഒരു യൂട്യൂബറായ സ്വന്തം കഴിവിൽ പറയണം. അല്ലെങ്കിൽ എൻ്റെ പോലെ എന്ത് ചെയ്യരുത്, വേറെ ആളുകളെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടല്ല ശരി. അഖിൽ NRD ഇതാ പറയുന്ന ഈ ഇതൊന്നും നോക്കി. റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണ് ഡൽഹി പ്രൊട്ടസ്റ്റ്. എനിക്ക് ആ സബ്ജക്റ്റ് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ താല്പര്യമില്ല. എങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് സീക്രട്ട് ഏജന്റിന്റെ മാതിരി സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനെ രാവിലെ വിളിച്ച് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കാറിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, വീഡിയോ എടുത്ത് കണ്ട് ഇതിട്ട് കണ്ട് ഓനെ കണ്ടന്റ് ആക്കി വിൽക്കുന്ന ആളാണോ അങ്ങനത്തെ ഒരാളാണ് സീക്രട്ട് ഏജന്റ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ എന്ത് ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ചങ്ങായി ഒന്ന് കാർന്ന് പുറത്തേക്ക് ഇറങ്ങി കൊല്ലിയോന്ന്. ജസ്റ്റ് ഒരു കുട്ടികളെ വിവരമെങ്കിലും ഉണ്ടെങ്കിലോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കളിക്കുമോ? ബെസ്റ്റ് ഫ്രണ്ടിനെ രാവിലെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ഓൻ്റെ കാര്യങ്ങൾ ഒരു ഉച്ചക്ക് ആകുമ്പോൾ അത് എക്സ്പോസ് ആക്കി വിടുക. അല്ലെങ്കിൽ ഓൻ്റെ അപ്പം 20 മിനിറ്റ് 30 മിനിറ്റ് വർത്തമാനം പറഞ്ഞതൊക്കെ ഇത് യൂട്യൂബിൽ കണ്ട് കലർത്തി വിടുക. എന്താ ഇത്? ഈ സീക്രട്ട് കുടുംബശ്രീ അതുപോലെ ഉണ്ട്. കാരണം ഓൻ എല്ലാ ദിവസവും കിട്ടുന്ന ഒളിച്ചോടൽ കേസ്. പണ്ടൊക്കെ ബിഗ് ബോസ് എന്നാൽ ബിഗ് ബോസിൻ്റെ കുറേ കേസ് വിളിച്ചു പറയും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പിന്നെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്യുക. അതൊക്കെ എന്തിനാ, എന്തായാലും ചെയ്തോളി.